തങ്കച്ചനപ്പച്ചൻ്റെ കുടുംബ ചരിത്രത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് നമുക്കിടയായി. 1960s MSW കാരനാണെന്ന് നമ്മൾ കേട്ടു. സഹധർമ്മിണിയായ പൊന്നമാമച്ചി CMC വെല്ലൂരിൽ നിന്ന് നഴ്സിംഗ് പാസ്സായെന്ന്. എത്ര അനുഗ്രഹമായിട്ടുള്ള ഒരു ശുശ്രൂഷ. എന്നാൽ അതൊക്കെ വേണ്ടെന്ന് വെച്ച് കൃഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശ്രീ മാത്തുക്കുട്ടി കോശി, താങ്ക് യു. Mahatma University former Vice Chancellor, member of the National Commission for Minority Educational Institutions of India, acting Vice Chancellor of Cochin University of Science and Technology, CUSAT, Pro-Vice Chancellor and acting Vice Chancellor of University of Kerala, a distinguished educationist, public intellectual, widely published author, an advocate of ethical governance and social harmony. അതിലെല്ലാം ഉപരിയായി ഞാൻ അധ്യാപികയായിരിക്കുന്ന ഷാർജ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൻ്റെ ഫൗണ്ടർ പ്രിൻസിപ്പൽ മിസ്റ്റർ രവി തോമസ് സാറിൻ്റെ ആത്മസുഹൃത്തായ ഡോക്ടർ സിറിയക് തോമസ് സാർ. സാറിനെ എനിക്ക് അങ്ങനെയാണ് പരിചയം. സാറിൻ്റെ അനേകം പ്രഭാഷണങ്ങൾ, ടോക്സ് കേൾക്കാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ നോ ദാറ്റ് ഹീ ഈസ് എ പവർഫുൾ ഒറേറ്റർ. ഏറ്റവും ആദരവോടുകൂടി വിനീതമായി ഈ സമയത്ത് ഡോക്ടർ സിറിയക് തോമസ് സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മഹാസദസ്സിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ മാത്യു കോശി അവர்கள், സഹപ്രഭാഷകനായ ആദരണീയനായ കീരമൻ തിരുമേനി, സഹപ്രഭാഷകനായ ശ്രീ വർഗീസ് സി തോമസ് സാറ്, നാം ഇന്ന് പ്രത്യേകമായി ആദരിക്കുന്ന, സ്നേഹപൂർവം അഭിവാദനം ചെയ്യുന്ന ശ്രീ PK കുര്യൻ അവറുകൾ, റെബേക്കാമ്മ കൊച്ചമ്മ, സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘായുസ്സുകൊണ്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച ആദരണീയനായ ശ്രീ PK കുര്യൻ സാറിനെ സ്നേഹപൂർവം അഭിവാദനം ചെയ്യുന്നതിനാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇത് സത്യത്തിലൊരു താങ്ക്സ് ഗിവിങ് സെറിമണിയാണ്. കുര്യൻ സാറിനെ പോലെ ഒരാളെ നമ്മളുടെ കാലത്ത് നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹമായി, മാതൃകയായി നൽകിയ ദൈവകൃപയ്ക്ക് നാം എല്ലാവരും ചേർന്ന് നന്ദി പറയുന്ന സന്ദർഭമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്, നമുക്കുള്ള അനുഗ്രഹവുമാണ്. നേരത്തെ ഇവിടെ കുര്യൻ സാറിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രേഖാചിത്രം പോലെ പറയുകയുണ്ടായി. എനിക്കും അത്ഭുതമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1952-53 കാലത്ത് MSW പാസ്സായതിനു ശേഷം കൃഷിയിലേക്ക് തിരിയുക, ഒട്ടേറെ ജോലി സാധ്യതകളുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അതെന്ന് നമുക്കറിയാം. ഇന്നത്തേതുപോലെ അല്ലല്ലോ. വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിനൊരു ജോലി ലഭിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും സത്യസന്ധമായ വരുമാനമുണ്ടാവുന്ന തൊഴിൽ എന്ന് സർവരും സമ്മതിക്കുന്ന കൃഷിയിലേക്കാണ് തിരിഞ്ഞത്. പ്രിയപ്പെട്ട കൊച്ചമ്മയും വിദേശത്ത് നല്ല സേവന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളായിരുന്നു.
അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള വലിയ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നവതി ആഘോഷം ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്കും എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാറിൻ്റെ ഭാഗ്യമാണ്, കൊച്ചമ്മയുടെയും അവരുടെ ആയുസ്സിൻ്റെ ഭാഗ്യം. ആയുസ് എപ്പോഴും ആയുസ്സിൻ്റെ ഉടയവൻ്റെ ദാനമാണ്. നമുക്കറിയാം, ആയുസ്സിൻ്റെ ഉടയവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിലും കൃപയിലും അനുഗ്രഹത്തിലുമാണ് ഒരാളുടെ ആയുസ് ദീർഘമോ ഹ്രസ്വമോ എന്ന് വരുന്നത്. അതിൽ നമുക്കാർക്കും ഒരു പങ്കുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയുസ് കൂടുമ്പോൾ നമ്മൾ പറയും അത് ദൈവാധീനമാണ്. ദൈവാധീനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അധീനമായി നിൽക്കുന്നു എന്നാണ് വ്യംഗ്യം. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ പറ്റി അദ്ദേഹം ദൈവാധീനമുള്ള ആളാണ് എന്ന് പറയുന്നത്. ചില കുടുംബങ്ങളെപ്പറ്റി നമ്മൾ പറയും അത് ദൈവാധീനമുള്ള കുടുംബമാണ്. തീർച്ചയായിട്ടും കുര്യൻ സാറും റിബേക്കാമും കൊച്ചമ്മയ്ക്കും ദൈവാധീനമുണ്ട് എന്നുള്ളതാണ് കാലത്തിൻ്റെ മുമ്പിൽ അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ധന്യമായ ഒരു കുടുംബത്തിലാണ് അവർക്ക് ജനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമൂഹം അത്തരം പൈതൃകമുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്നവരെയും ഭാഗ്യവാന്മാരെന്നാണ് പറയുക. അത് ഭാഗ്യമാണ്. മാർത്തോമ്മ നസ്രാണി പാരമ്പര്യം വിശ്വാസപരമായി നോക്കിയാൽ നാം എല്ലാവരും ഒരു പുണ്യ പൈതൃകമായി കരുതുന്നവരാണ്. ഞാനും നിങ്ങളും അതിൽ വ്യത്യാസമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തോമസ് അപ്പസ്തോലൻ്റെ കേരള സന്ദർശനം നമ്മുടെ ചരിത്രപരമായ ഒരു വിശ്വാസമാണ്. രേഖകളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് രേഖകളൊന്നുമില്ല. തോമാശ്ലീഹ വന്ന കാലത്ത് രേഖകൾ എഴുതുന്ന ശീലവും ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ബലമാവുന്നത് സാഹചര്യ തെളിവുകളാണ്. നമുക്കറിയാം, നീതിന്യായ കോടതികൾ പോലും കൃത്യമായ തെളിവുകളില്ലെങ്കിൽ പിന്നെ ആശ്രയിക്കുന്നത് സാഹചര്യ തെളിവുകളെയാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളവും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ ഉറച്ച വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് നമുക്ക് പൈതൃകമായി വന്നു കൂടിയിട്ടുള്ളതാണ് എന്നുള്ള വിശ്വാസം. അത് നമ്മുടെ ബോധ്യവുമാണ്. ഇന്ത്യയും പേർഷ്യൻ അറബി രാജ്യങ്ങളും തമ്മിൽ ക്രിസ്തുവിന് മുൻപുള്ള കാലത്ത് തന്നെ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹ കേരളത്തിലേക്ക് AD 52 വന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന സത്യവും യാഥാർത്ഥ്യവും എന്ന് നാം വിശ്വസിക്കുന്നു. മാർത്തോമാ ശ്ലീഹ ചില്ലറക്കാരനായ ഒരാളായിരുന്നില്ല. നാമൊക്കെ അദ്ദേഹത്തെ ദ ഡൗട്ടിങ് തോമസ്, സംശയിക്കുന്ന തോമ എന്നാണ് പറയുന്നത്. ഒരിക്കലേ അദ്ദേഹം സംശയിച്ചിട്ടുള്ളൂ. അല്ലാത്ത കാലം മുഴുവൻ അദ്ദേഹം യേശുക്രിസ്തുവിൽ ഉറച്ച് വിശ്വസിച്ച ആളാണ്. അതുകൊണ്ടാണ് when there was a challenge, അദ്ദേഹം നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് ദൃഢസ്വരത്തിൽ തൻ്റെ സഹ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. യേശുവിനു വേണ്ടി മരിക്കാൻ ധൈര്യപ്പെട്ട
എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സന്നദ്ധനായി ജീവിച്ച ഒരപ്പസ്തോലനായിരുന്നു, യേശു ശിഷ്യനായിരുന്നു മാർത്തോമാ ശ്ലീഹ എന്നുള്ള തിരിച്ചറിവിലാണ് ഞാനും നിങ്ങളും സെൻറ്റ് തോമസ് ട്രഡീഷൻ്റെ നൊബിലിറ്റി, അതിൻ്റെ നന്മ, അതിൻ്റെ അപ്പസ്തോലിക് സാങ്ക്ടിറ്റി ഒക്കെ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വിശ്വാസമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണല്ലോ പരസ്യവാചകത്തിലും നമ്മൾ വായിക്കുന്നു, വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടതും വളർന്നതും ഇന്നും നിലനിന്ന് പോരുന്നത്. പക്ഷെ നമ്മൾ ജനസംഖ്യയിൽ വളരെ കുറവാണ്. അത് സാക്ഷ്യപ്പെടുത്തുന്ന സത്യം നമ്മൾ ആരെയും ബലമായി മാനസാന്തരപ്പെടുത്തുന്നതിനോ ജ്ഞാനസ്നാനം വഴി സ്വീകരിക്കുന്നതിനോ നിർബന്ധിക്കാതെയാണ് കഴിഞ്ഞ 2000 വർഷവും ഇവിടെ ജീവിച്ചത് എന്നുള്ളതാണ്. സ്വബോധ്യത്തിൽ ആരെങ്കിലും വന്നാൽ അവരെ നമ്മൾ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടാവാം. അല്ലാതെ ആരെയും നമ്മൾ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ആകർഷകമായ സമ്മാനങ്ങൾ നൽകിയോ വിശ്വാസത്തിൻ്റെ ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള സത്യത്തെയാണ് 2000 വർഷത്തിന് ശേഷവും ഇന്ത്യയിൽ ക്രൈസ്തവ ജനസംഖ്യയുടെ യഥാർത്ഥമായ കണക്ക് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പകലോമറ്റം ശാഖയിൽപ്പെട്ട കുടുംബമാണ് കൊച്ചിയിൽ വലിയ വീട് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യപ്രകാരം പകലോമറ്റം, ശങ്കരപുരി, കള്ളിയിൽ, കാളികാവ് എന്നീ 4 ഇല്ലങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ, നസ്രാണി ക്രൈസ്തവരുടെ പൂർവികർ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഈ 4 കുടുംബങ്ങളിലേക്കാണ് നാം എല്ലാം ഉൾപ്പെടുന്ന മറ്റു കുടുംബങ്ങളുടെ വേരുകൾ ചെന്നെത്തുന്നത്, വിശ്വാസപരമായ വേരുകൾ ചെന്നെത്തുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സമയ ചുരുക്കം എനിക്ക് ബാധകമല്ല എന്ന് വളരെ ഉദാരശീലത്തോടുകൂടി എന്നോട് സംഘാടകർ പറഞ്ഞെങ്കിലും ഞാനും സമയപരിധിക്ക് വിധേയനാണ് എന്നുള്ള വിശ്വാസത്തിലാണ് എൻ്റെ വാക്കുകളെയും ചുരുക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണ് കുര്യൻ സാറിന് കൃഷിയോട് ഇത്ര ആഭിമുഖ്യം വന്നത്. നേരത്തെ ഇവിടെ കവിയൂർ പുഞ്ചയെപ്പറ്റി, അതിൻ്റെ ഭംഗിയെപ്പറ്റി കൊച്ചി മഹാരാജാവ് പോലും അത്ഭുതപ്പെട്ടതായി സൂചിപ്പിക്കുകയുണ്ടായി. ആരും അത്ഭുതപ്പെടുന്ന ഒരു സ്ഥലവും പ്രദേശവും ശാസ്ത്രീയമായി പോലുമുള്ള അതിൻ്റെ സ്വഭാവങ്ങളും എന്നോട് മലയാള മനോരമയുടെ തന്നെ എഡിറ്ററായിട്ടുള്ള ശ്രീ വർഗീസ് തോമസ് സാറ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുകയുണ്ടായി. ഞാനും അത് വിശ്വസിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമാണ്. എന്നോട് ഇബ്ൻ ഏബ്രഹാം അച്ഛൻ 2 ആഴ്ച മുമ്പാണ് കുര്യൻ സാറിൻ്റെ നവതിക്ക് വരണം എന്ന് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പാലായിൽ വന്ന് എന്നോട് നിർബന്ധമായി വരണം എന്നാവശ്യപ്പെട്ടതും. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മാർത്തോമ സഭ എൻ്റെ മാതൃസഭയാണ് എന്നുള്ളതാണ്. എൻ്റെ അമ്മ മാർത്തോമ സഭയിലാണ് ജനിച്ചത്. വിവാഹം കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് വന്ന ആളാണ്.
എൻ്റെ പിതാവ് കത്തോലിക്കനായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ ഓർത്തഡോക്സുകാരിയായിരുന്നു. പുതുപ്പള്ളി വലിയ പള്ളി ഇടവക്കാരിയാണ്. എൻ്റെ അമ്മ കോട്ടയത്ത് മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് ഇടവക്കാരിയുമായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും എനിക്ക് മാർത്തോമാ സഭയോടും ഓർത്തഡോക്സ് സഭയോടും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളോടും ഒരേപോലെയുള്ള സ്നേഹവും വിശ്വസ്തതയും സാഹോദര്യ ബന്ധവുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തിരുവല്ലയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. മാത്യു ടി തോമസ് ഭയപ്പെടേണ്ട, തിരുവല്ലയിലേക്ക് ഞാൻ ഒരിക്കലും ആ അവകാശത്തിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിനും വരാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല. പക്ഷേ എങ്കിലും തിരുവല്ലയ്ക്ക് നമുക്കറിയാം, തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ, ആത്മീയ ചരിത്രത്തിൽ ഒക്കെ അതിൻ്റേതായ സ്ഥാനമുണ്ട്. തിരുവല്ലയ്ക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയിലാണ് ഞാനും ബഹുമാനപ്പെട്ട കുര്യൻ സാറിൻ്റെ ഈ നവതി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആ ക്ഷണത്തെ ആദരപൂർവ്വം സ്വീകരിച്ചത് എന്ന് പറയട്ടെ. നാം ഇന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളോടൊപ്പം കാണുന്ന ബർത്ത്ഡേ ബോയ് എന്ന് നമുക്ക് പറയാവുന്നത് കുര്യൻ സാറ്. വേദപുസ്തകം പറയുന്ന ഏതാനും സൂക്തങ്ങൾ മാത്രം ഞാൻ സാറുമായി ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ എനിക്കും തോന്നി, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറിനെ പറ്റിയുള്ള ബ്രീഫൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് വേദപുസ്തകം പറയുന്ന ചില കാര്യങ്ങൾ സാറിനെ കൂടി കണ്ടുകൊണ്ടല്ലേ എന്നുള്ളതാണ്. 128 സങ്കീർത്തനം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും. നീയോ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. തൻ്റെ ആയുഷ്കാലമൊക്കെ യെരുശലേമിൻ്റെ നന്മയെ കണ്ട ഒരാളെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുര്യൻ സാറിൽ ഞാനും നിങ്ങളും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സങ്കീർത്തനം 1 പുസ്തകം പറയുന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. കുര്യൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണങ്ങളിൽ സന്തോഷിച്ച് അവൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കും. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കുര്യൻ സാറ് അന്നും ഇന്നും ഇലവാടാത്ത വൃക്ഷമായി, വേദപുസ്തകം പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ഇലവാടാത്ത വൃക്ഷമായി എനിക്കും നിങ്ങൾക്കുമിടയിൽ ജീവിക്കാൻ കഴിഞ്ഞ ഒരു ദൈവപുത്രനാണ് എന്നാണ്. നമുക്ക് മാതൃകയായി, നമുക്ക് വെളിച്ചമായി നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ സന്തോഷം ഞാനും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കട്ടെ. അതുകൊണ്ടാണ് ഞാനും ഇത്ര ദൂരം പാലായിൽ നിന്ന് ഇവിടെ വന്നത്.
കുടുംബം ആണ് ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാണുന്ന ഒരു കാര്യം, ഇവിടെ കുര്യൻ സാറിൻ്റെ മക്കൾ ബിജോയും ബിന്ദുവും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ചേർന്ന് നവതിയായ സന്ദർഭത്തിൽ സ്വന്തം പള്ളി ഹാളിൽ സമ്മേളിച്ച് എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തുതി പറയുന്നു എന്നുള്ളതാണ്. ഞാനും അതിൽ പങ്കുചേരുന്നു. ദൈവം നേരത്തെ ഇവിടെ ആയുസ്സിനെ പറ്റി പറയുകയുണ്ടായല്ലോ. ശ്രീ തോമസ് നമ്മുടെ MLA അദ്ദേഹവും പറഞ്ഞു, ആയുസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ നിവൃത്തിയില്ല. ആയുസ് ദൈവം നമുക്ക് തരുന്ന ഭാഗ്യമാണ്. എത്ര കാലം എന്ന് ഞാനും പറയുന്നില്ല. മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത ആയിരുന്ന ക്രിസോസ്റ്റം തിരുമേനി, ഞാൻ കേരള സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലത്ത് അവിടെ ഉള്ളൂർ പള്ളിയുടെ ജൂബിലിക്ക് 25 വർഷമായപ്പോഴത്തെ ജൂബിലിക്ക് വന്നു. തിരുമേനി അപ്പോൾ മെത്രാപ്പോലീത്തയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെയാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോഴദ്ദേഹം പറഞ്ഞു, വികാരിയച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, അഭിവന്യ തിരുമേനി 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. തിരുമേനി അപ്പം തന്നെ എഴുന്നേറ്റിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ആരാണ് എൻ്റെ ആയുസ്സിന് 100 വയസ്സ് എന്ന് പരിധി വയ്ക്കാൻ അച്ഛൻ അധികാരം കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അപ്പൻ ഉമ്മനച്ഛൻ 105-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അത്രയും കാലമെങ്കിലും ജീവിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം എന്നായിരുന്നു തിരുമേനിയുടെ ഇടപെട്ടുകൊണ്ടുള്ള വാക്കുകൾ. അതുകൊണ്ട് ഞാനും കുര്യൻ സാറിന് ഇത്ര വർഷം എന്ന് പറയുന്നില്ല, ദൈവം അനുവദിക്കുന്ന കാലത്തോളം നമുക്ക് അദ്ദേഹം നമ്മോടുകൂടി ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിന് ഞാൻ ആശംസകളെ സമർപ്പിക്കുന്നു. ഒട്ടേറെ നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനെ കാണാറുണ്ട്. പ്രിയെ ഞാനും നേരത്തെ മുതൽ ഷാർജ സ്കൂളിൽ വെച്ച് മുതൽ കണ്ടിട്ടുണ്ട്. ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയുന്ന കമ്പയറേഴ്സ് നമ്മുടെ ചടങ്ങുകളിൽ വളരെ ചുരുക്കമാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അവർ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കുര്യൻ സാറിനും കൊച്ചമ്മയ്ക്കും ദീർഘായുസ്സിനെ പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും തിരുമേനിക്കും മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരത്തെ സമർപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിർമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ
പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ, എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി, ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി, ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദം ചാർത്തി, എത്ര സമുദ്ര ഹൃദം ചാർത്തി, ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ